ഇരിക്കാവുന്നതിലെ അല്ലെങ്കിൽ ലഭിക്കാവുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആത്മീയ തീരത്തൂടെ അതിൻ്റെ ആത്മീയമായ പ്രഭ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു ജീവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ഈ രാത്രിയിലെ ഈ നിമിഷങ്ങളിൽ പലപ്പോഴും ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലായി സ്വരരാഗങ്ങൾ പെയ്തിറങ്ങുന്ന ഭൗതിക സുഖസൗകര്യങ്ങളുടെ ഗാനമാലകൾ പലതും ആലപിക്കപ്പെടുമ്പോൾ, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത അത്തരം വേദികൾ ഒരുക്കപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായി അള്ളാഹുവിൻ്റെ ഖുർആനാകുന്ന മുഅ്ജിസത്തിൻ്റെ അമാനുഷമായ ശൈലീ വിന്യാസത്തിലൂടെ കേൾക്കാനും ആ ഖിറാഅത്തിൻ്റെ തീരത്തിരുന്നുകൊണ്ട് ഖുർആനിനെ ആസ്വദിക്കാനും കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ പരിപാടി ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലിരുന്ന് നിങ്ങളുടെ നാട്ടിലുള്ള പ്രവർത്തകർ തന്നെ ഇത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാലടിയിലെ SKSSFൻ്റെ ഈ നാട്ടുകാർ മാത്രമല്ല ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നത്. അതിനിടയിൽ കുറച്ചു സമയം എൻ്റെ സുഹൃത്തുക്കളോടും ഞാനും അത് ഷെയർ ചെയ്തു. ഒരു 10-15,000 ആളുകളുള്ളൊരു ഫേസ്ബുക്ക് പേജിലൂടെ ഞാനത് ഷെയർ ചെയ്തപ്പോൾ തന്നെ അതിന് വന്ന പ്രതികരണം ഈ ആത്മീയ തീരത്തോടെ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ഗൾഫിലിരുന്ന് ലണ്ടനിലിരുന്ന് പോലും സുഹൃത്തുക്കൾ അയച്ച മെസ്സേജുകൾ ഞാൻ വായിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഖുർആൻ അത്രത്തോളം മാസ്മരമാണ്. ഖുർആനിനെ ഖുർആനിനെ ഏതൊരു മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചാലും ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ മാത്രം മതി. അതിൻ്റെ അർത്ഥങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല, അർത്ഥകൽപ്പനകളും പറയേണ്ടതില്ല. ഒരാൾ പോയി ഒരാളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഖുർആൻ ഷരീഫിനെ ഒന്ന് ഓതിക്കേൽപ്പിച്ചാൽ അവൻ ഖുർആനിന്റെ തീരത്തേക്കെടുക്കും. കുറച്ചു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ ബഹുമാന്യനായ മഹാനായി മാറിയ ഫൈസലിനെ നമുക്കറിയാം. മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിൽ നിന്ന് മരണപ്പെട്ടു പോയ മനുഷ്യൻ. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നതിനെ കുറിച്ച് അദ്ദേഹം ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ കഫീലായ അറബി പറഞ്ഞത് പത്രത്തിലൂടെ നമ്മൾ വായിച്ചതാണ്. 60 കൊല്ലമായിട്ട് എനിക്ക് നേടാൻ കഴിയാത്തത് 6 മാസം കൊണ്ട് എൻ്റെ ജോലിക്കാരനായിരുന്ന ഫൈസൽ നേടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരതിനെ വിശദീകരിക്കുമ്പോൾ ഫൈസൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം പറയുന്നത്, അവരെ അറിയുന്നവർ പറയുന്നത്, ഫൈസലുമായി ബന്ധമുള്ളവർ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതയാണ് ഫൈസലിനെ പോലും ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് എന്നാണ്. ഫൈസലിന്റെ വീട്ടിൽ പോയി ആ ഫൈസലിന്റെ പിഞ്ചു കുട്ടികളെ കാണാൻ കഴിഞ്ഞപ്പോ ഫൈസൽ ഭാഗ്യവാനാണ്. ഫൈസലിനോടൊപ്പം ഭാഗ്യമുള്ളവരല്ല നമ്മളാരും. ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ മാത്രം ചെയ്തവരാണ് നമ്മൾ. പക്ഷേ ഫൈസലാകുന്ന ആ 6 മാസം മാത്രം ഇസ്ലാമിൽ ജീവിച്ച, മുസ്ലിമായി ജീവിച്ച, അല്ലെങ്കിൽ ചുരുങ്ങിയ മാസങ്ങൾ മാത്രം മുസ്ലിമായി ജീവിച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പറന്നുപോയി. നമ്മൾ എന്തു തന്നെ ആയിട്ടും, നമ്മൾ എത്രയായിട്ടും നമ്മുടെ അവസാനത്തെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. പക്ഷേ നമ്മുടെ മുന്നേ നടന്നവർ, അങ്ങനെ പോയവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈസലിന്റെ വീട്ടിലെത്തിയപ്പോൾ പറക്കമുറ്റാത്ത ചെറിയ മക്കളെ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയ നിമിഷമായിരുന്നു. 2 ദിവസം മുമ്പ് അവിടെ പോയപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി. പക്ഷേ ഫൈസലിന്റെ മക്കളും കുടുംബവും നമ്മളൊക്കെ വേദനിക്കുമ്പോഴും ഫൈസൽ ചിരിക്കുകയാണ്, സ്വർഗത്തിലിരുന്ന് ചിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിലായി ജീവിച്ചതിന്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ അടുത്ത് രക്തസാക്ഷിയാണ്, ശുഹദാക്കൾപ്പെട്ടയാളാണ്. നമ്മൾ ബദരീങ്ങളുടെ പേര് ചൊല്ലാറുണ്ട്. 1-ാമത്തെ ദിവസം നമ്മൾ മജ്ലിസുൻ നൂറായിരുന്നു ഇവിടെ. ആ മജ്ലിസുൻ നൂറിൽ നമ്മൾ വിളിക്കുന്ന മഹാന്മാരില്ലേ, അവരെയൊക്കെ വിളിക്കുന്നത് പോലെ അവരുടെ പിന്നിലായി, അവർക്കൊപ്പം അവരുടെ പിന്നിലായി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം ഇത്തരം രക്തസാക്ഷികൾക്കുണ്ട്. നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ള ശുഹദാക്കൾ പെടാൻ വേണ്ടി. പക്ഷേ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ലഭിക്കേണ്ടവർക്കത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
വിശുദ്ധ ഖുർആനാണ് ഇവരെയൊക്കെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നത്. ലോകത്ത് വിശുദ്ധ ഖുർആൻ ഒരിക്കലും വിശുദ്ധ ഖുർആനിലേക്ക് അടുക്കരുതെന്ന് കരുതിയിട്ട് പോയ പാശ്ചാത്യ സമൂഹത്തിൽ മുഴുവനായും ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആര് എവിടെ എന്തു പ്രവർത്തനങ്ങൾ നടത്തി ഇസ്ലാമിക സമൂഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും വിശുദ്ധ ഖുർആന്റെ വിളികൾ KSSF പോലുള്ള സംഘടനകൾ ഉണ്ടായതിന്റെ ഗുണം ബോധ്യപ്പെടണമെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞതുപോലെ കർണാടകയിലെ ആ പ്രദേശത്ത് പോയിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോകുന്നത്. എൻ്റെ കൂടെയുള്ള ഉസ്താദ് അതൊരു പകുതി ഉസ്താദാണ്. അദ്ദേഹം തന്നെ പറയും, ഞാൻ പകുതി ഉസ്താദാണ്, മുഴുവൻ ഉസ്താദ് ആയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അന്ന് ജുമഅ നടക്കില്ല അവിടെ. ഞങ്ങളങ്ങനെ 2:30ക്കാണ് അവിടെ എത്തുന്നത്. വളരെ ദൂരം പോകണം. രാവിലെ വിട്ട് 2:30ക്ക് എത്തുമ്പോഴേക്ക് 2:30ക്ക് ജുമഅ നിസ്കരിക്കാൻ വേണ്ടി ഒരു 10-25 ആളുകൾ കാത്തു നിൽക്കുകയാണ്. നമ്മൾ 2:30ക്ക് ഭക്ഷണം കഴിക്കുക വെള്ളിയാഴ്ച ഇവിടുന്ന്. അവിടെ ജുമഅ തുടങ്ങാൻ പോവാണ്. പള്ളിക്കുള്ളിലേക്ക് കയറിയപ്പോൾ മൈക്ക് സ്റ്റാൻഡ്, വളരെ സുന്ദരമായ മൈക്ക് സ്റ്റാൻഡ് ഇവിടെ കാണാനുണ്ട്. പള്ളി എന്ന് പറയാവുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു വടിക്കഷ്ണത്തിൻ്റെ മുകളിൽ ഈ മൈക്ക് പിടിച്ച് കെട്ടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മിമ്പറില്ല, മിഹ്റാബില്ല, കല്ല് കയറ്റി വെച്ചിട്ട് ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഖുതുബ നിർവഹിക്കുന്നത്. അവിടെ ആ ജുമഅ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ അവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുറ്റിയടി നടത്താൻ ഞങ്ങൾ കൂടെയുള്ള ഉസ്താദ് കുറ്റിയടിച്ചു. അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഞങ്ങൾ ആരംഭിച്ചു. 2-2.5 വർഷം മുമ്പ് ഞാൻ കണ്ട അനുഭവമാണ് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ പുറത്തിറങ്ങിയ ആ നാട്ടിലുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവിടെ മരിച്ചാലുള്ള രൂപങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടു. നമ്മുടെ മഹത്വവും നമ്മുടെ നാട്ടിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇൽമു കൊണ്ട് നമുക്കുണ്ടായ നേട്ടവും അതിൻ്റെ വലുപ്പവും മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പുറത്തെത്തുമ്പോൾ മനസ്സിലാവുന്ന രൂപമാണ്. അവിടെ ഒരാൾ മരിച്ചാൽ മരിക്കുന്ന ദിവസം ഈ പറയപ്പെട്ട ഖത്തീബ് ഉസ്താദ് അവരെന്നെയാണ് അവിടെ കാളി. അങ്ങനെ പരിസരത്തുള്ള 10-60 മഹല്ലുകളിലെ കാളി അദ്ദേഹം തന്നെയാണ്. ഈ കാളി അവിടെ എത്തിയിട്ടില്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കില്ല. 60 മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്ററിന്റെ ചുറ്റളവുണ്ട്. നിങ്ങൾക്ക് ആർക്കും പോയി നോക്കാവുന്ന സ്ഥലങ്ങളാണ്. അവിടെ ആ പറയുന്ന സ്ഥലത്തുനിന്ന് ഒരാൾ മരിച്ചാൽ കാളി വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന പരിപാടിയില്ല. മയ്യത്തിന്റെ കാര്യം കഷ്ടാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവിടെ ചെയ്യുന്ന പണി എന്താ? ആ മയ്യത്തിനെ ഒരു കുഴിയെടുത്ത് അഥവാ ഖബറുണ്ടാക്കി ഖബറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് തുണി മൂടി കെട്ടിയിട്ട് അവിടെ മറമാടും, കുളിപ്പിക്കാതെ മറമാടും. എന്നിട്ട് ആ ഖബറിന്റെ മുകളിൽ ഒരു വടി കുത്തി വെക്കും. വടി കുത്തി വെച്ചിട്ട് ഈ കാളി അല്ലെങ്കിൽ ഖതീബ് അവിടെ എത്തിയാൽ അന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഫാത്തിഹ ഓതിയിട്ട് ഊതും. ഇത് ആഫ്രിക്കയിലെ കഥയല്ല ഞാൻ പറയുന്നത്, കർണാടകയിലെ ഗുൽബർഗയുടെ കുറച്ച് പുറത്തുള്ള പ്രദേശങ്ങളുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഫാത്തിഹ ഓതി വെള്ളത്തിൽ ഊതും, ബക്കറ്റ് വെള്ളത്തിൽ. എന്നിട്ട് ഈ ഖബറിന്റെ മുകളിൽ അതങ്ങനെ ഒഴിക്കും. മയ്യത്തിന്റെ മുകളിലേക്കല്ല, ഖബറിന്റെ മുകളിൽ. അതോടെ മയ്യത്ത് കുളിപ്പിച്ചതിന് തുല്യമായിത്രേ. ലോകത്തൊരു കിതാബിലും കാണാത്ത, ഇസ്ലാമിക ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത, അറിവില്ലാത്തൊരു സമൂഹത്തിന്റെ അവരുടെ ദുരന്തത്തിന്റെ നേർമുഖമാണ് ഞാൻ ഈ പറയുന്നത്. സുന്നി വിശ്വാസങ്ങൾ നമുക്കറിയാം. മക്ബറകളിൽ പോയി നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട്. മഹാന്മാരെ നമ്മൾ വിളിച്ച് സഹായം തേടാറുണ്ട്. അത് നമ്മുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിനപ്പുറത്തേക്ക് ഇവിടെ അതിനെ വിമർശിച്ചു വന്ന പലരും ഉണ്ടായിരുന്നു. നമ്മൾ മഹാന്മാരെടുത്ത് പോയിട്ട്, മഹാന്മാരെ ഞങ്ങളെ സഹായിക്കണം, അള്ളാഹു തന്ന കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മൾ വിളിച്ചപ്പോ, സഹായം തേടിയപ്പോ നമ്മളോട് അത് ശിർക്കാണെന്ന് പറഞ്ഞവർ, ഔലിയാക്കൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവർ, അവസാനം അവർ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി, മരിച്ചവർക്കും മറഞ്ഞു നിൽക്കുന്നവർക്കും കഴിയില്ലെന്ന് പറഞ്ഞവർ ജിന്നിന് സഹായിക്കാൻ കഴിയുമെന്ന് പറയുന്നൊരു കാലം വന്നു.
തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുമ്പോൾ താഴെയുള്ള ജിന്ന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ജിന്നിന്റെ തലയിൽ വീണാൽ ജിന്ന് മരിച്ചു പോകുമെന്ന് പറയുന്ന കാലത്തിലേക്ക് പുരോഗമനം പറഞ്ഞവർ പിന്നോട്ട് നടന്നൊരു കാലമാണെന്ന്. കടയിലെ മേശ വലിപ്പടക്കുമ്പോ ഔലിയാക്കളെ വിമർശിച്ചവരാണിത് പറഞ്ഞത്. കാലം അവർക്ക് കൊടുത്ത ആ ഏറ്റവും കഠിനമായ അപമാനത്തെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കടയിലെ മേശ വലിപ്പടക്കുമ്പോ അതിനകത്ത് രാത്രി ജിന്ന് കൂടിപ്പോകാതിരിക്കാൻ, അതിൽ കുടുങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പോലും ഇവർക്കിടയിലുള്ളവർ പ്രസംഗിക്കുന്നൊരു കാലം. അന്ന് നമ്മൾ പറഞ്ഞത് മഹാന്മാരെ വിളിച്ച് സഹായം തേടാമെന്നായിരുന്നു. അത് പാടില്ലെന്ന് പറഞ്ഞവർക്ക് ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അടുത്തൊരു മൗലവിയുടെ പ്രസംഗം കേട്ടു. മൗലിദിനെ വിമർശിക്കുന്നവർ, മാലകളെ വിമർശിക്കുന്നവർ, നമ്മുടെ പുറത്തിയിലെ മഹാനവറുകളെ വിളിച്ചാൽ അത് തെറ്റാണ്, ശിർക്കാണെന്ന് പറയുന്നവർ, അവർക്ക് സഹായിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവർ, അവരുടെ പ്രസംഗത്തിൽ കേൾക്കാണ് ഒരാൾ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ പോയപ്പോ മീൻ പിടിച്ചുകൊണ്ടേയിരിക്കുമ്പോ മീൻ പിടിച്ചുകൊണ്ടേയിരിക്കുമ്പോ ചൂണ്ടയിലേക്ക് വലിയൊരു മീൻ കൊത്തിയപ്പോ ഈ മുജാഹിദ് പ്രവർത്തകൻ ആ മീനിനെ വലിച്ച് കയറ്റാൻ ശ്രമിക്കുമ്പോ ഈ ആള് താഴേക്ക് വീണു, വെള്ളത്തിലേക്ക് വീണു. കാരണം മീൻ അത്രയും വലുതായിരുന്നു. ഉടനെ മുജാഹിദ് പ്രവർത്തകനാണല്ലോ, എന്റെ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ സഹായിക്കാൻ ജിന്നെത്തുമെന്ന് പറയുന്നവരുടെ കാലമാണിന്ന്. ഇവരെന്താ മുമ്പ് പറഞ്ഞത്? ജിന്നുമില്ല, ശൈത്താനുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ജിന്നുണ്ടെങ്കിൽ, ഔലിയാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് തലശ്ശേരിയിലേക്കാണ്, എന്റെ വഴി മാറ്റിയിട്ട് കണ്ണൂരിലേക്ക് തിരിച്ചു വിടുമോ എന്ന് പ്രസംഗിച്ച് വെല്ലുവിളിച്ചവർ തന്നെ ഇവിടെ ഇപ്പൊ പറയാണ്, രാത്രി നിങ്ങൾ രാത്രിയോ പകലോ മീൻ മുറിച്ചിട്ട് മീനിന്റെ വെള്ളം കൊണ്ടുപോയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴിക്കുമ്പോൾ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയാണ്, പേടിപ്പെടുത്തുകയാണ്. പണ്ട് സ്ത്രീകളെ നമ്മൾ വീട്ടിനുള്ളിൽ ഒതുക്കിയിരുത്തുന്നു എന്ന് പറഞ്ഞവർ വീട്ടിനുള്ളിൽ പോലും സ്ത്രീകളെ ഇരിക്കാൻ അനുവദിക്കാതെ വിധത്തിൽ അവരെ ഭീഷണിപ്പെടുത്താണ്. ഇവർ പ്രസംഗത്തിൽ പറയാ, മീൻ മുറിച്ചിട്ട് അതിന്റെ വെള്ളം കൊണ്ടുപോയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴിക്കുമ്പോൾ ജിന്ന് ചിലപ്പോൾ പുറത്ത് കിടന്നുറങ്ങുന്നുണ്ടാവും, അതിന്റെ മേത്താണ് ഇതായതെങ്കിൽ ആ ജിന്ന് നിങ്ങളോട് തിരിച്ചടിക്കും. എന്തൊരു കഷ്ട! ഇവരെന്നാ പറയുന്നത്? എന്ത്? തേങ്ങ പറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, തേങ്ങ ഈ ജിന്നിന്റെ തലയിൽ വീണാ മരിച്ചു പോകും. അതേ ആള് തന്നെ പ്രസംഗിക്കാണ്, നമ്മൾ റോഡ് സൈഡിലൂടെ നടന്നു പോവാണ്, നടന്നു പോകുമ്പോ നമ്മുടെ നടുത്തത്തിനിടയിൽ പെട്ടെന്ന് അശ്രദ്ധ കാരണം ഒരു വാഹനം വന്ന് നമുക്ക് നേരെ വാഹനം ചീറിപ്പാഞ്ഞു വരികയാണ്. ആ സമയത്ത് നമ്മളെ കൂടെയുള്ള ജിന്ന് പിടിച്ച് നമ്മളെ രക്ഷപ്പെടുത്തും. തേങ്ങ വീണാ സഹായിക്കാൻ പറ്റാത്ത ജിന്ന്, രക്ഷപ്പെടാത്ത ജിന്ന് നമ്മളെ പിടിച്ച് സഹായിക്കുത്രേ. ഇതൊക്കെ മൗലിദുകളെ വിമർശിച്ചിരുന്ന ഒരു കാലത്തെ, അതിനുവേണ്ടി നേതൃത്വം നൽകിയവരുടെ ഇന്നത്തെ അപമാനം പേറുന്ന പ്രഭാഷണങ്ങളുടെ ബാക്കിപത്രങ്ങളാണ്. അവിടെയും നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ ഇത് റബീഉൽ അവ്വലിലേക്ക് കടക്കുന്ന സമയമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹത്തിന്റെ മദീനയെ നമ്മൾ കൺകുളിർക്കെ മനസ്സിൽ കാണുന്ന സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ വിശ്വാസിയുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. അതിനെയൊക്കെ വിമർശിച്ചവരാണ് അവസാനം ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നല്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാന്മാർ, ആ മഹാന്മാർ അവർ ഒരു പ്രസ്ഥാനമുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഔലിയാക്കളാകുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതിന് പിഴക്കില്ല. കാരണം അത് കുത്തുബുസ്സമാൻ ഉണ്ടാക്കിയതാണ്. കാലഘട്ടത്തിന്റെ കുത്തുബുണ്ടാക്കിയതാണത്. അവർക്ക് പിഴക്കില്ല. കാരണം ഇലാഹിയായ ബന്ധത്തിലൂടെ, ഇലാഹിയായ നിയന്ത്രണത്തിലൂടെ മഹാന്മാരുടെ മദദ് കൊണ്ട് മാത്രം വളർന്നു വലുതായി കുത്തുബുമാരായി മാറിയവരാണവർ. അതുകൊണ്ട് തന്നെ അവരുടെ വഴിയിൽ പിഴവുകൾ വരില്ല. അവരെ നിയന്ത്രിക്കാൻ മഹാന്മാരുണ്ടാവും. നമുക്ക് സംഭവിക്കുന്ന പിഴവുകൾ അവരുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ പ്രസ്ഥാനത്തെ ഒരിക്കലും മറ്റാർക്കും കൊണ്ടുപോകാനും കഴിയില്ല. ആ വഴി പിഴക്കില്ല. ആ വഴിയിൽ നിന്ന് പിഴച്ചു പോയാൽ തിരിച്ചു വരിക മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് യഥാർത്ഥ വഴിയെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്.
ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, കർണാടകയിലെ ഉൾപ്രദേശങ്ങൾ ചെല്ലുമ്പോൾ അവിടെയുള്ള മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഇബാദത്തിന്റെ രൂപഭാവങ്ങളുടെ വ്യത്യാസങ്ങളെ നമ്മളിവിടെ പഠിക്കുകയാണ്. ഞാൻ അവിടെ കണ്ടു, പുറത്ത് നമ്മൾ ഔലിയാക്കളെ വിളിക്കുന്നത് പോലെ ഇൽമില്ലാത്തതിന്റെ പേരിൽ മരം കണ്ടാൽ അതിന്റെ അടുത്തുപോയി ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ചന്ദനത്തിരി പോലും കത്തിച്ചു വെക്കുന്ന മനുഷ്യരുണ്ട് അവിടെ. ആ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ടാണ് മുജാഹിദ് കാണിക്കുക, ഇതാ സുന്നി. നമ്മളെ സിറ്റിയിലും നമ്മളെ മുന്നിലും പുറത്തിലൊക്കെ മക്കാമുണ്ട്, അതവർ കാണിക്കില്ല. അല്ലെങ്കിൽ ഏർവാടിയിലെ മക്കുബറയിലേക്ക് വന്ന ഏതെങ്കിലും ഹിന്ദുക്കൾ അവരുടെ ബഹുമാനാദരങ്ങൾ അവർ കാണിക്കുന്നതിനെയാണ് ഇവർ ചിലപ്പോൾ കാണിക്കുക. ഈ കർണാടകയിൽ അങ്ങനെയുള്ള മരങ്ങളുടെ ചുറ്റുമൊക്കെ പോകുന്ന കുറെ മനുഷ്യരുണ്ട്. അങ്ങനെ ചില മരങ്ങളുള്ള പ്രദേശത്ത്, ഇതേ പ്രദേശത്തു തന്നെ അവിടെ ഒരു വലിയ പരിപാടി നടക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു കുതിര ഉണ്ടായിരുന്നു. അത് ഷോക്കടിച്ച് മരിച്ചു. അതിനെ അവിടെ കുഴിച്ചിട്ടു, എന്നിട്ടത് കെട്ടിപ്പൊക്കി, അതിനെ വല്ലാതെ ബഹുമാനിക്കുന്നൊരു ചുറ്റുപാടുണ്ട്. ഇതൊക്കെ മുസ്ലിങ്ങൾ ഇൽമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ സംഭവിക്കുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കേരളത്തിലെ ഒരു കുഗ്രാമത്തിന്റെ കുഗ്രാമങ്ങൾക്കുള്ളിലെ കുഗ്രാമത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? കേരളവും ഇന്ത്യയിൽപ്പെട്ടതല്ലേ. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. ചെറുത് മുതൽ തന്നെ ലോകത്ത് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ പലരും വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് പഠിക്കുമ്പോൾ പല പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ പോലും എഴുതിയിട്ടുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രത്യേകത. ഏത് വിദ്യാഭ്യാസ? DPP അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടാക്കിയ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. ആ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതയെ ഇന്ന് മുക്തകണ്ഠം ലോകം പ്രശംസിക്കുമ്പോ അതിന്റെ ഫലം പറ്റി ജീവിച്ചവരാണ് നമ്മൾ. അതിന്റെ ഫലമാണ് ഇന്നിവിടെ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനോത്തിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നു, ഓതാൻ കഴിയുന്നു. എത്ര ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളാണ് ഈ സമസ്തയുടെ കീഴിൽ കേരളത്തിലുള്ളത്. ഇവിടെ തന്നെ ഖുർആൻ ഓതിയ എല്ലാവരും SKSSFന്റെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ അതിന്റെ അനുഭവികളാണ്. അവരൊക്കെ പഠിക്കുന്നതും അത്തരം സ്ഥാപനങ്ങളിലുമാണ്. ഞാൻ ഇവിടുത്തെ ഫോം എടുത്തു നോക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇത്ര വലിയ സേവനങ്ങൾ ചെയ്തൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. നമ്മുടെ ഇസ്സത്ത് പോലും ഇവിടെ ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകുമായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, ഗൾഫിലെ പണത്തിന്റെ പ്രതാപത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കി വെച്ച പുതിയ തീരുമാനങ്ങളുടെ പേരിൽ നമുക്ക് സാമ്പത്തിക വിഷമതകളുണ്ടെന്നറിയാം. ചിലപ്പോൾ നമുക്ക് നോട്ട് കിട്ടാത്ത ചുറ്റുപാടുണ്ടാവാം. ഇന്ന് രാവിലെ പോലും ഞാൻ യാത്രക്കിടെ 2000-ന്റെ നോട്ട് എടുത്ത് കഷ്ടപ്പെടേണ്ടി വന്നു കുറേ സമയം. കാരണം എന്താ? 2000 മാത്രമേ കാണിക്കാനുള്ളൂ. ഇപ്പം നല്ല സുഖമാണ്, ഏത് കടയിൽ കയറിയാലും പൈസ കൊടുക്കണ്ട, കടം പറയാം, 2000 കാണിച്ചാൽ മതി, ഇതാ കയ്യിലുണ്ട്. അങ്ങനെ ഒരു എളുപ്പമുള്ള കാലാണ്. ഈ 2000-ന്റെ നോട്ടും ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രത്യേക കാലമാണ് നമ്മൾ. ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സംഭാവന കൊടുക്കാൻ സ്ത്രീകളുടെ കയ്യിലൊന്നും പൈസ ഉണ്ടായിന്ന് വരില്ല. നേരത്തെ നിസാമി കാണിച്ചതുപോലെ എടുത്ത് കാണിച്ചത് കണ്ടില്ലേ, സ്വർണം. അതുപോലെ ആ 500-നും 1000-നും 10,000-നൊക്കെ പകരം സ്വർണ്ണൂരിട്ട് കൊടുത്താലും മതിയാവും. ഈ സദസ്സിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. പ്രസംഗിക്കുന്ന എൻ്റെയോ ഇനി വരുന്ന മത്സരങ്ങളോ അല്ല അതിൻ്റെ പ്രധാനം. ഇതിനു മുമ്പ് നടന്ന വിശുദ്ധ ഖുർആൻ പാരായണ മത്സരം അത് വലിയ ഫലമുള്ളതാണ്. നാളെ നമ്മുടെ ഖബറിൽ, നാളെ നമുക്ക് മഹ്ശറിൽ, നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്വർഗീയ ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ തെളിവുകളാവാൻ ഈ ഒരു മജ്ലിസ് തന്നെ നമുക്ക് മതിയാകും, വലിയ അനുഭവമായി മാറാൻ. സാമ്പത്തികമായ ഇത്തരം പുതിയ തീരുമാനങ്ങളുള്ളൊരു കാലം, ഈ ഒരു സാമ്പത്തിക പ്രക്രിയക്ക് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പുതിയ ശൃംഖലകളെ, പുതിയ ശ്രമങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ടാണ് ഇത്ര വലിയ പദ്ധതികളൊക്കെ നമ്മൾ നടത്തുന്നത്. അതിന് വലിയ ചെലവുണ്ടാവും. പൈസ ഒന്നും വാങ്ങണ്ടെന്ന് തന്നെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. പക്ഷേ ഈ വേദിക്ക് പൈസ ആവശ്യമില്ലേ? പൈസ ആയിട്ട് വേണ്ട, സ്വർണ്ണമായിട്ട് വന്നാൽ മതി. പൈസ ആയിട്ട് വന്നാൽ ചിലപ്പോൾ 2000 കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും. സ്വർണ്ണമായിട്ട് തന്നെ വേണമെന്നാണ് വീണ്ടും ഉണർത്തുന്നത്. പഴയ 500 തൽക്കാലം ഏതായാലും ബാങ്ക് എടുക്കുന്നുണ്ട്, ബാങ്കിൽ ഇവർ കൊണ്ടുകൊടുത്തോളൂ. സംഘടനകൾക്ക് കൊണ്ടുകൊടുക്കാൻ എന്തായാലും അവസരമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട്
എന്തായാലും ഇത്തരം വേദികൾ നമുക്ക് ഇനിയും ഉണ്ടാവണം. നേരത്തെ ഇവിടെ വായിച്ചു കേട്ടില്ലേ, 1,00,000 രൂപയാണ് വിശുദ്ധ ഖുർആൻ ഹാഫിളീങ്ങൾക്ക് എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്തുള്ള കൗവായിലുള്ള മത്സരത്തിൽ കൊടുക്കുന്നത്. നിങ്ങൾക്കത് പറ്റാത്തത് കൊണ്ടല്ല, നിങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം അടുത്ത വർഷം ലക്ഷങ്ങൾ കൊടുക്കണം എന്നാണ് നിസാമി ഉസ്താദിൻ്റെ താല്പര്യം. എന്തോ 1,00,000 ആ സമയത്ത് പറഞ്ഞിരുന്നു, ഞാനത് ആവർത്തിക്കത്തില്ല, അത് വലിയ ലക്ഷമാണ്. അപ്പം അടുത്ത വർഷം നടത്തണം. കാരണം ഖുർആൻ ഹയാത്താവുകയാണ്. ഖുർആൻ ഇങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഓതി ഓതി വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ. മിനിയാന്ന് ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചു, കുട്ടിനെ ചേർത്താനാണ് വിളിച്ചത്. ആ ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ ചേർത്തണം. എത്രാം ക്ലാസ്സിലാണ് ചേർത്തുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 4ാം ക്ലാസ് മദ്രസ പഠിക്കുന്ന കുട്ടികളെയും അതിൻ്റെ മേൽപോട്ടുമാണ്. അപ്പോൾ ഞാൻ കരുതി 5ലോ 6ലോ എങ്ങാനുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുട്ടി LKG പഠിക്കുകയാണ്. തിരൂരുള്ള സ്ത്രീ വിളിച്ചതാണ്, ഒരു സയ്യിദ് കുടുംബത്തിലുള്ളതാണ്, സയ്യിദത്താണ് വിളിച്ചത്. അവർ പറഞ്ഞു LKGയിലാണ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഹോസ്റ്റലിൽ അങ്ങനെ ഒരു കുട്ടിനെ നിർത്തിയിട്ട് പഠിപ്പിക്കുക? അതുകൊണ്ട് അതിന് അവസരം ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, അവൾക്ക് അത്രയും താല്പര്യമാണ് ഇപ്പം തന്നെ ഖുർആനിൽ. മൊബൈലിൽ നമ്മളൊക്കെ കുട്ടികൾക്ക് ഗെയിം കൊടുക്കും. പക്ഷെ ആ സ്ത്രീ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആ കുട്ടിക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത ഖിറാഅത്തുകളാണ് കേൾപ്പിച്ചു കൊടുക്കാറുള്ളത്. ഖിറാഅത്തുകൾ കേൾപ്പിച്ചു കൊടുത്തു. ആ കുട്ടി ഫാത്തിഹ പഠിച്ചിട്ടുണ്ട്, മറ്റ് സൂറത്തുകളൊക്കെ ഇപ്പൊ തന്നെ നന്നായി പഠിച്ചിട്ടുണ്ട്. അമ്മ ജുസയിലെ ഏകദേശം ഭാഗങ്ങളിലെ ഒരുപാട് ഭാഗങ്ങൾ ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടുക്കുന്നതിനുള്ള പ്രശ്നമല്ല, ആ ചെറിയൊരു കുട്ടിയെ താമസിപ്പിക്കാനുള്ള സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, മോളെ കൊണ്ടൊന്ന് ഓദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിൽ ഓദിച്ചു തന്നു. LKGക്ക് പഠിക്കുന്ന കുട്ടിയാണ് ഓതുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത്. ആ നിലയിലേക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികൾ തന്നെ അത്തരം ഒരു വികാരത്തിലേക്ക് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും. ഇത്തരം മത്സരങ്ങൾ അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വിശുദ്ധ ഖുർആൻ എപ്പോഴും ഓതാനുള്ളതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പലരും പറയാറുണ്ട്, വിശുദ്ധ ഖുർആൻ അർത്ഥം അറിഞ്ഞിട്ട് പഠിച്ചാലാണ് അത്, അങ്ങനെയാണ് ആദ്യം പഠിക്കേണ്ടത്. ചില ആളുകൾ അങ്ങനെ പറയും. അർത്ഥം അറിഞ്ഞ് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് എഴുതി വെച്ച അർത്ഥങ്ങൾ പഠിച്ച് ഖുർആനെ വികലമാക്കണമെന്നുമല്ല പറഞ്ഞത്. അത് രണ്ടുമല്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത അത് പാരായണം ചെയ്യുമ്പോൾ തന്നെയാണ്. അത് ഹൃദയത്തിലേക്ക് പകർന്നു തന്ന്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, മനസ്സുകളിൽ നിന്ന് മനസ്സിലേക്ക്, നാവിൽ നിന്ന് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അങ്ങനെ പകർന്നു പോകേണ്ടത് തന്നെയാണ്. അതിന്റെ മാസ്മരികത അതാണ്. നിങ്ങൾ ഒരാളുടെ മുന്നിൽ പോയി ഖുർആൻ അംഗീകരിക്കാത്ത, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ഒരാളുടെ മുന്നിൽ പോയി പരീക്ഷിച്ചു നോക്കൂ. 2 ആയത്തെങ്കിലും അവർക്ക് നിങ്ങൾ ഓതിക്കൊടുത്താൽ, ആ 2 ആയത്തുകൾ ഓതുന്നത് കേട്ടാൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ നീയത്ത് കൂടി നന്നായാൽ മതി. മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഖുർആനിന്റെ മഹത്വം പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അതിനേക്കാളേറെ കാര്യമില്ല എന്നല്ല, അതിനേക്കാളേറെ ഫലം ചെയ്യുക വിശുദ്ധ ഖുർആനിന്റെ 2 ആയത്തെങ്കിലും ഒരാൾ കേട്ടാൽ അയാളുടെ മനസ്സ് മാറും. അത് ഉറപ്പാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഖുർആനിനെ ജനങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വൈകുന്നേരങ്ങളിൽ സിക്ർ ചൊല്ലിയിരുന്നൊരു കാലമുണ്ട് നമ്മുടെ നാട്ടിൽ. മൗലിദുകളും മാലകളും ചൊല്ലിയിരുന്നൊരു കാലമുണ്ട് നമ്മുടെ നാട്ടിൽ. വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചൊല്ലപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. അത് നമ്മളിൽ നിന്ന് പോയിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ SYSന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന, കേരളം മുഴുവൻ നടക്കുന്ന മജ്‌ലിസിനോട് അതിനൊരു പരിഹാരമായി മാറിയിട്ടുമുണ്ട്. അത് പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വരുന്ന കുറെ കാലങ്ങളായി ക്യാൻസറിന്റെ മാരകമായ പടർന്ന് പിടിക്കുന്ന ക്യാൻസറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മജ്‌ലിസുന്നൂർ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ബദരീങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ലുകളിൽ പോയി നിങ്ങൾ പഠനം നടത്തിക്കോളൂ. ഇതൊരു ചാലഞ്ചാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ രോഗങ്ങൾ കുറഞ്ഞത് കാണാം, ശൈത്താന്റെ ശല്യം കുറഞ്ഞത് കാണാം. രോഗങ്ങളെ കുറഞ്ഞു പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിയും. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നൊരു സന്ദർഭമുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇന്ന് യാദൃശ്ചികമായി ഒരു കൊല്ലം മുമ്പ് സുപ്രഭാതത്തിൽ വന്നത് ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അതിന്നിവിടെ പറയാനിട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് യാദൃശ്ചികമായി വന്നു. ഒരു കൊല്ലം മുമ്പ് സുപ്രഭാതത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. എന്താണ് വാർത്ത? ആ വാർത്ത വരുന്നതിന്റെ 2 ദിവസം മുമ്പ് ജാമിയ നൂരിയയിൽ വെച്ച് ഞാൻ ആ വ്യക്തിയെ നേരിട്ട് ബഹുമാന്യരായ എൻ്റെ സുഹൃത്ത് ഹസൻ സക്കാഫിയുടെ കൂടെ നടന്നു വരുമ്പോൾ പട്ടിക്കാട് ജാമിയയിൽ നിന്ന് ആ മനുഷ്യനെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അയാളെ കൈ കൊടുത്തിട്ടുണ്ട്. എന്താ, മലപ്പുറം ജില്ലയിലെ ഒരു വ്യക്തി 5-ാം വയസ്സിൽ തന്നെ അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ആ വ്യക്തി, ചെറിയ ആ പ്രായത്തിൽ തന്നെ രോഗം വന്ന് കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തി ബഹുമാന്യരായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് കാഴ്ചയില്ലാത്തതിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഒരുപാട് മന്ത്രിച്ചു കൊടുത്തിട്ട് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, 6 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടും. ഇതാരെങ്കിലും പറയുന്ന എന്തെങ്കിലും അത്ഭുത കഥകളെ പോലെ തെളിവില്ലാത്ത വെളിവില്ലാത്ത കഥകളല്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ലോകത്ത്. ഇല്ലാത്തതൊക്കെ പറയുന്നൊരു കാലാണ്. ചിലർ വിളിച്ചു പറയും, ഞങ്ങള് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാലാണ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് സുപ്രഭാതത്തിൽ വന്ന് ആളുകൾ കണ്ട് അനുഭവിച്ച, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അനുഭവത്തെയാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്തുനിന്ന് സന്തോഷത്തോടെ പോതും മജ്ലിസ് നൂർ ബദരീങ്ങളുടെ പേര് വിളിച്ച് ചൊല്ലാൻ നിർദ്ദേശിച്ചതുപോലെ അദ്ദേഹം തുടരുകയും ചെയ്തു. വീട്ടിലിരുന്ന് ചൊല്ലി മജ്ലിസുകളിലൊക്കെ പോവും. അങ്ങനെ അദ്ദേഹത്തിന് മജ്ലിസ് നൂറിന്റെ ആ മജ്ലിസിൽ ഇരുന്ന് ഇങ്ങനെ ചൊല്ലി 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 വന്നപ്പോൾ 6 മാസമാകുമ്പോഴേക്ക് 5-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തി 50-ാം വയസ്സ് 41-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് അയാളുടെ 41-ാമത്തെ 35 കൊല്ലത്തിന് ശേഷം അയാളുടെ കാഴ്ച മജ്ലിസ് നൂറിൽ ഇരുന്നു കൊണ്ട് മാത്രം അയാളുടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടി. എന്നിട്ട് ആ മനുഷ്യൻ മജ്ലിസ് നൂറിന്റെ സംസ്ഥാന തലത്തിലുള്ള വാർഷികം നടക്കാറുള്ളത് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ സമ്മേളനത്തിന്റെ 1-ാം ദിവസമാണ്. അന്ന് വൈകുന്നേരം താൻ മജ്ലിസ് നൂറിലിരുന്ന് ചൊല്ലിയിട്ട് കാഴ്ച ലഭിച്ച ആ മജ്ലിസ് നൂറിൽ പങ്കെടുക്കുന്നവരെ കാണാൻ ജാമിയയിലേക്ക് വന്നതായിരുന്നു. ഹസൻ സക്കാഫിയുടെ വീട്ടിലും അതിനു മുമ്പ് വന്നിട്ടുണ്ട് അദ്ദേഹം. കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ ഒരാഴ്ചയായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, കൈകൊടുത്തു, സംസാരിച്ചു. ആ വാർത്ത ഇന്ന് കഴിഞ്ഞ കൊല്ലം വന്നത് ഇന്ന് വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെ നമുക്ക് തെളിയിച്ചു തരികയാണ്. നമ്മുടെ തൊട്ടടുത്ത് തൃക്കരിപ്പൂരിൽ ഒരു സ്ത്രീക്ക് ഇതുപോലെ മജ്ലിസ് നൂർ ചൊല്ലിയിട്ട് മാറ്റങ്ങളുണ്ടായി. ഇങ്ങനെ ആത്മീയമായ എല്ലാ ഗുണഗണങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രത്യേകത മാത്രമാണ്. ഇവിടെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഇല്ലാ കറാമത്തുകൾ ഉണ്ടാക്കിയിട്ട് ആളെ വിളിച്ചു കൂട്ടേണ്ടുന്ന അവസ്ഥയില്ല. കാരണം എന്താ, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഈ സമുദായത്തിന് ആത്മീയമായ തണൽ നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ശരീഅത്തിന്റെ വിവാദം വന്നു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ആ വിഷയത്തിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരീഅത്തിന്റെ വിവാദം വന്നു. ഷാബാനുബീകവുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തി തന്ന ആ കാലത്ത് കേരളത്തിലെ വ്യത്യസ്ത സംഘടനകളുണ്ട്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് തുടങ്ങിയ എല്ലാ വിഭാഗം സംഘടനകളും സമസ്തയുമുണ്ട്. എല്ലാവരും യോജിച്ചുകൊണ്ട് ശരീഅത്തിന് വേണ്ടി പോരാടാൻ തീരുമാനിച്ചു. നമുക്കറിയാം, വരുന്ന 2-ാം തീയതി കണ്ണൂരിൽ വെച്ച് ശക്തമായ സമസ്തയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലി നടക്കുകയാണ്. ഏക സിവിൽ കോഡിനെതിരെ ശരീഅത്തിന്റെ സംരക്ഷണത്തിനായി എല്ലാ ചെറുപ്പക്കാരും വാഹനങ്ങളാക്കി ഉള്ള വാഹനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും 3 മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. അത് നമ്മുടെ ജിഹാദാണ്. ബദറിൽ ശുഹദാക്കൾ അവരുടെ ജീവൻ കൊണ്ടാണ് ദീനിനെ, അവരുടെ രക്തം കൊണ്ടാണ് രക്ഷപ്പെടുത്തിയതെങ്കിൽ, ദീനിന് വേണ്ടി പോരടിച്ചതെങ്കിൽ നമുക്ക് ഇന്ന് അതിന്റെ ആവശ്യമില്ല. നിയമവിധേയമായ വഴിയിലൂടെ പ്രതിഷേധ സമരങ്ങളിൽ അണിനിരന്നാൽ മാത്രം മതി. നമ്മള് അള്ളാഹുവിന്റെ ആ മഹാന്മാർ അന്നു ചെയ്തതിന്റെ ആ ദീനിനെ സംരക്ഷിച്ചതിന്റെ അനന്തര ഫലമായി നമുക്ക് ലഭിച്ച ഈ ദീന് ഇന്ന് നമ്മുടെ കൈകളിലുള്ളത്. നമുക്ക് അതുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ, പ്രതിഷേധിച്ചാൽ, ഇത്തരം പ്രതിഷേധങ്ങളിൽ ഇടപെട്ടാൽ അള്ളാഹു നമ്മെ അതുപോലെ കബൂൽ ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾ വിളിക്കുകയാണ്, അതിന് സമസ്ത വിളിക്കുകയാണ്.
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഷാബാനുബീഗത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ ശരീഅത്തിനെ ഇല്ലാതാക്കി ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും മതമില്ലാത്തവനും ഒരുപോലെ ജീവിക്കണമെന്ന് പറഞ്ഞു വരുന്ന, ഒരുപോലെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ ഇന്ന് കാണുന്ന പള്ളിയിലെ നിക്കാഹിന് പകരം നമ്മൾ പോയി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലേക്ക് വിശ്വാസമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, നമ്മുടെ സ്വത്ത് വീതിക്കുമ്പോ സ്വത്ത് വീതിക്കുന്നതിന് ഇസ്ലാം വിധിച്ച വിധിവിലക്കുകളെ അംഗീകരിക്കാത്ത രൂപത്തിൽ, നമുക്കൊരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിൽ വരുന്നൊരു കാലത്തെ മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ അത്രയും ശക്തരാണ്. ഇവിടെയും നമ്മുടെ ഐക്യത്തെ നാം തകർക്കാൻ പാടില്ല. നമുക്ക് മുജാഹിദിനോട് ഒരു ഐക്യവുമില്ല, ആദർശപരമായി വിരോധം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ഐക്യവുമില്ല. പക്ഷേ ശരീഅത്തിന്റെ വിഷയം അവരും ഒന്നിച്ചു നിൽക്കുന്നു. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും നമ്മളോടൊപ്പം നിൽക്കുകയാണ്, നമ്മൾ അവരോടൊപ്പം നിൽക്കുകയല്ല. കാരണം എന്താ? മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി എന്താ പറയുന്നത്? ഇന്നത്തെ ശരീഅത്ത് ആക്ട് എന്താണോ അതുപോലെ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? മിൻഹാജ് അനുസരിച്ച് ഷാഫി മദ്ഹബുകാരന് വിധിവിലക്കുകൾ ഉണ്ടാവണമെന്നാണ് മുജാഹിദ് പറയുന്നത്. മദ്ഹബ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദ് പോലും ശരീഅത്ത് വിഷയത്തിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ശരീഅത്ത് ആക്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മദ്ഹബ് അനുസരിച്ച് കോടതിയിൽ ഉണ്ടാവണമെന്നാണ് അവർ പറയുന്നത്. പുറത്ത് മദ്ഹബിനെ എതിർക്കുന്നവരാണെങ്കിലും അവർ നമ്മോടൊപ്പം വന്ന് ശരീഅത്ത് സംരക്ഷണത്തിന് നിൽക്കുക, അല്ല നമ്മൾ അങ്ങോട്ട് പോവല്ല. കാരണം എന്താ? സമുദായത്തിന്റെ ജീവൽ പ്രധാനമായ പ്രശ്നമാണിത്. ഇവിടെ നമ്മളെല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചിരിക്കേണ്ടവരാണ്. ചില ആളുകളുണ്ട്, മന്ത്രിമാർ വിളിച്ചാൽ അവിടെ പിന്നെ അവർക്ക് മുജാഹിദും ജമാഅത്തൊന്നും പ്രശ്നമല്ല. ഞാനിങ്ങനെ ഓർത്തു നോക്കി, ഞാനൊരു ഫോട്ടോ കണ്ടു 1-2 മാസം മുമ്പ്. ഹജ്ജിന്റെ യാത്രയപ്പായിരുന്നു അത്. നൂഹ് നബിന്റെ കപ്പൽ പോലെയായിരുന്നു, എല്ലാ അതിലുണ്ടായിരുന്നു. അതിലാരും ഒഴിവില്ല. ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു സിനിമാ നടയുണ്ടായിരുന്നു, മുജാഹിദും ഉണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, സമസ്തയുടെ നമ്മൾ ഉസ്താദുമാരുണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നിരുന്നു. ഹജ്ജ് യാത്രയപ്പിൽ എന്തു പ്രശ്നമാണ് നമുക്കുള്ളത്? പക്ഷേ പൊതുവേദിയിൽ ഒന്നിച്ചിരിക്കേണ്ടി വന്നാൽ ഒന്നിച്ചിരിക്കണമെന്ന് സമസ്ത നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് നമ്മൾ ഉസ്താദുമാർ പോയിരുന്നു. പക്ഷേ ചിലരുണ്ട്, ആദർശബോധത്തിന്റെ പ്രോജ്വലിമ ഞങ്ങളുടേത് മാത്രമാണ് എന്ന് പറയുന്ന ചില ആളുകൾ. അവർ ഞങ്ങൾ അത്തരം വേദികളൊന്നും പോവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നെയാണെന്ന് അവിടെ പങ്കെടുത്ത് കൂടുതലും. പക്ഷേ യത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അവരെ നമ്മൾ കണ്ടില്ല, അവിടെ കണ്ടില്ല. ഞാൻ ഓർക്കുകയാണ് കുഞ്ഞാലിന്റെ വാക്ക്, പുതിയാപ്പിളയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇത് ശരീഅത്താണ്, ശരീഅത്താണ്, നമ്മുടെ വിശ്വാസമാണിത്. അഖീദ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുണ്ട്, അഖീദയിലെ ഏറ്റവും വലുതാണ് ഈ ശരീഅത്തല്ലേ? നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു സമയത്ത്, അത്തരം വേദികളിൽ ഒന്നിച്ചിരിക്കേണ്ടുന്ന ഒരു സമയത്ത് മുമ്പ് ഒന്നിച്ചിരിക്കാതെയാണ് ഈ സമുദായം രണ്ടായി മാറേണ്ടി വന്നത്. വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. സുലൈമാനി ഫോറങ്ങൾ ഉണ്ടാവാം, ചായ മാത്രം കുടിപ്പിക്കുന്നവർ. അവർക്ക് ചിലപ്പോൾ ശരീഅത്തിൽ ചിലപ്പോൾ ചിന്തിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അത്തരക്കാരൊന്നുമല്ല നമുക്ക് വലുത്, നമുക്ക് ശരീഅത്താണ് വലുത്. അതുകൊണ്ട് ഇത്തരം വേദികളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കണം. അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന്റെ നേതൃത്വത്തിൽ ആരായിരുന്നു? മഹാനരായ ശംസുൽ ഉലമ. ആരാ ശംസുൽ ഉലമ? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം, അവിടുത്തെ അപദാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ശംസുൽ ഉലമയുടെ പ്രത്യേകതയായി നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്ന ഒരു സംഭവമുണ്ട്. മഹാനവറുകൾ ഒരുപാട് മഹാന്മാരുടെ മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള അജ്മീർ മൗലിദ് രചിച്ചിട്ടുണ്ട്. അതിൽ ശംസുൽ ഉലമ പറയുന്നുണ്ട്, ചില ദിവസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകത പറയാണ്. അൽ ഉലമ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അൽ ഉലമനെയാണ് പറഞ്ഞത്. ശ്രേഷ്ഠരായ പ്രത്യേക പണ്ഡിതന്മാരെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ ആളുകളുടെ പ്രത്യേകത പറയുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർ തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത്, തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത്, സുബ്ഹി ബാങ്കിനോടടുത്ത്, സുബ്ഹി ബാങ്കിന്റെ അവസാനത്തെ കലിമത്ത് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന മഹാന്മാരുണ്ടാവാറുണ്ട്.
ആ മഹാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് അജ്മീർ ഖാജ തങ്ങളെന്നും അത്തരക്കാർ അവരുടെ ജീവിതം ഈ വിധത്തിൽ അൽ ഉലമായിൽ പെട്ടതാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും മഹാനായ ശംസുൽ ഉലമ എഴുതി വെച്ചു. അജ്മീർ മൗലിദിൽ എഴുതി വെച്ചു. നിങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അറബി അറിയുന്നവർക്ക് കാണാൻ കഴിയും. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറയുകയാണ്, ഈ എഴുതി വെച്ചത് സ്വന്തം ജീവിതത്തിൽ പോലും ഉണ്ടായി എന്നത് വലിയ അത്ഭുതമായിരുന്നു. ആ ശംസുൽ ഉലമയും വഫാത്തായത് അതുപോലെ തന്നെയായിരുന്നു. അതേ നിമിഷം, അതേ ദിവസം ആ മൗലിദിൽ എഴുതി വെച്ചതുപോലെ ആ ശംസുൽ ഉലമ വഫാത്തായി പോയി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫൈസൽ നമ്മിൽ നിന്നും വിട പറഞ്ഞു. നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്ന വിധം ശുഹദാക്കളുടെ പട്ടികയിലേക്ക് പെട്ടുപോയി. അവരുടെ അവസാനം നമ്മൾ കണ്ടു. മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുബ്ഹിയുടെ ബാങ്കോടനുബന്ധിച്ച് സിക്ർ ചൊല്ലിക്കൊണ്ട് തൊട്ടു മുമ്പ് യാസീനോദി എല്ലാ നിലയിലും പുഞ്ചിരിച്ചു വഫാത്തായ മഹാനവറുകളെ നമ്മുടെ മുന്നിലുണ്ട്. ആ മഹാനാണ് പറഞ്ഞത്, ശരീഅത്തിന്റെ പേരിൽ ഒന്നിച്ചിരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ പറഞ്ഞ ഈ പറയപ്പെട്ട മദ്ഹബി പക്ഷപാതിത്വത്തെ അംഗീകരിക്കുകയാണ് ബിദ്അത്തുകാർ പോലും ഈ വിഷയത്തിൽ നിന്ന് അന്ന് പഠിപ്പിച്ചത് ശംസുൽ ഉലമയായിരുന്നു. അന്ന് നമ്മുടെ പാർലമെന്റിൽ ഒരു പ്രധാന പ്രശ്നമുണ്ടായി. എന്തായിരുന്നു പ്രശ്നം? പാർലമെന്റ് ബില്ല് പാസ്സാക്കുമോ, ശരീഅത്തിനെതിരെ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുലാം മുഹമ്മദ് ബനാത്വാല, അദ്ദേഹത്തിന്റെ ഖബറിടം സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ അല്ലാഹ്. ആ മനുഷ്യൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന, രാപ്പകലില്ലാതെ അദ്ദേഹവും സേഠ് സാഹിബും ഒക്കെ ഓടി നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ മനുഷ്യനോട് അന്ന് പാർലമെന്റിൽ ഒരു പേഴ്സണൽ ബില്ല് കൊണ്ടുവരാൻ, ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരാൻ ഉത്തരേന്ത്യയിലെ മഹാനായ പണ്ഡിതനായിരുന്ന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബില്ല് കൊണ്ടുവരണം. അപ്പോൾ ബനാത്വാല തിരിച്ചു ചോദിച്ചു, മൗലാന സാഹിബ്, ഞാനും സേഠ് സാഹിബും മാത്രം രണ്ടുപേർ മാത്രമുള്ള ഈ പ്രസ്ഥാനം പാർലമെന്റിൽ 500ഓളം വരുന്ന എതിർപക്ഷത്തുള്ള മുസ്ലിങ്ങളല്ലാത്തവരുടെ മുന്നിൽ പോയി ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവന്നാൽ, ശരീഅത്തിന് അനുകൂലമായ ഒരു ബില്ല് കൊണ്ടുവന്നാൽ, ഒരു പ്രൈവറ്റ് ബില്ല്, ഒരു പേഴ്സണൽ ബില്ല് കൊണ്ടുവന്നാൽ അത് തള്ളിപ്പോകില്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പഠിക്കേണ്ടതും കേൾക്കേണ്ടതുമാണിത്. 989 കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പിടഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഹൃദയത്തിന്റെ മുന്നിൽ അവർക്ക് വിശ്വാസം നൽകുകയും അവരുടെ വികാരത്തെ വിശ്വാസത്തിന്റെ മേലെ പിടിച്ചു നിർത്തുകയും ചെയ്ത ഒരു അനുഭവത്തെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ സമയത്ത് മൗലാന പറഞ്ഞു, നിങ്ങൾക്കത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാ സാധിക്കുക, എങ്ങനെ ഞാൻ പാസ്സാക്കുമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ നേരെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഉത്തരേന്ത്യയിലേക്ക് വരണമെന്നല്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞു, നിങ്ങൾ നേരെ കേരളത്തിലേക്ക് പോവുക, ബില്ലുണ്ടാക്കിയതിനു ശേഷം നേരെ കേരളത്തിൽ പോവുക, എന്നിട്ട് പാസ്സാകുമോ ഇല്ലേ എന്നറിയാൻ അവിടെ 2 പേരുണ്ട്, അവരോട് ചോദിക്കുക. ആരുടെ പേരുകളാണ് പറഞ്ഞത്? ബഹുമാന്യരായ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് 1. 2, നമ്മൾ ആത്മാഭിമാനത്തോട് ചേർത്ത് വെച്ച് അഭിമാനപൂർവ്വം എപ്പോഴും ഓർക്കുന്ന പണ്ഡിത സൂര്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന, കടന്നു വരുമ്പോൾ പോലും ചിരിക്കുന്ന, പുഞ്ചിരിക്കുന്ന പൂമുഖം നമ്മൾ കണ്ടിട്ടാണ് കടന്നു വരുന്നത് മഹാനായ ശംസുൽ ഉലമ. ഈ 2 മനുഷ്യന്മാരോട്, ഈ 2 വ്യക്തികളോട് നിങ്ങൾ അഭിപ്രായം പറയുക, അവരെ പിന്തുണ തേടുക. അവർ പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞിട്ട് അബുൽ ഹസൻ അലി നദ്വി ബനാത്വാല സാഹിബിനെ കേരളത്തിലേക്ക് വിട്ടു. നേരെ കേരളത്തിലെത്തി 2 പേരുടെ മുന്നിലും വന്നു. അവർ മുതലക്കുളത്ത് വെച്ചുള്ള സമ്മേളനത്തിൽ ഗവൺമെന്റിനോട് മഹാനായ ശംസുൽ ഉലമ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുന്ന നേതാക്കളോട്, അന്നത്തെ രാജീവ് ഗാന്ധിയോട് വിളിച്ചു പറഞ്ഞു, പ്രസംഗത്തിലൂടെ പറഞ്ഞു, ഞങ്ങളുടെ അവകാശത്തിന് നേരെ തൊട്ട് കളിക്കരുത്. അങ്ങനെ വന്നാൽ ലക്ഷക്കണക്കായ വിശ്വാസികൾക്ക് ഞങ്ങളുടെ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങേണ്ടി വരുമെന്ന് ഒരു പ്രസംഗത്തിലെ 2 വാചകങ്ങൾ മാത്രം ഡൽഹിയിലേക്ക് ചൂണ്ടി പറഞ്ഞപ്പോ രാജീവ് ഗാന്ധി തീരുമാനിച്ചു അവിടെ ആ ബില്ല് പാസ്സാക്കിയെടുക്കാൻ. ആ സമയത്ത് പാർലമെന്റിൽ വെച്ച്
കോൺഗ്രസിന്റെ മുസ്ലിം പേരുള്ള MP എഴുന്നേറ്റ് ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ അയാളുടെ ചെവിക്ക് പിടിച്ച് പാർട്ടി തന്നെ വിപ്പ് കൊടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഷംസുൽ ഉലമയുടെയും മഹാനായ പാണക്കാട് തങ്ങളുടെയും തീരുമാനത്തെ പാർലമെന്റ് പാസാക്കിയെടുത്തു. അള്ളാഹു അതേ വിജയം ഇനിയും നമുക്ക് നൽകുമാറാവട്ടെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? മോദിയുടെ പേരൊരു സ്വാമി പറയുമ്പോഴേക്ക് സ്വാമി പറയുന്ന പേരിൽ മോദിയെ അപമാനിച്ചെന്ന് പറഞ്ഞ് ചെവിയിൽ കുശലം പറഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ചൊരു പണ്ഡിതൻ അതിന്റെ പേരിൽ മോദിയെ നല്ലത് പറയണമെന്ന് സ്റ്റേജിലേക്ക് സ്വാമിയെ തിരിച്ചുവിടുമ്പോ ആ തിരിച്ചു വന്ന സ്വാമി വിളിച്ചു പറഞ്ഞത് എന്താ? ഞാൻ ഈ വേദിയിൽ നിന്ന് 2 ദിവസം മുമ്പ് കോഴിക്കോട് ഉണ്ടായതാ. കോഴിക്കോട് കടപ്പുറത്ത് വേദിയിൽ നിന്ന് തലതിരിഞ്ഞ അഥവാ അല്പം വട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി എന്ന് ഞാനിവിടെ പറഞ്ഞുപോയി. ഞാൻ ഈ വേദിയിൽ നിന്ന് പിൻവലിക്കുന്നു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? പിൻവലിച്ച് നിർത്തിയില്ല. ഇനി എൻ്റെ ഏത് വേദിയിലെയും ആദ്യത്തെ വാചകം അത് തന്നെയായിരിക്കും. ഇവിടെ മാത്രം പിൻവലിക്കുന്നു. അപ്പൊ അയാൾ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ സാധു തെറ്റിദ്ധരിച്ചു. ഇവരയാൾ ആളാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഷംസുൽ ഉലമയും നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരും സമസ്തയുടെ ബാനറിൽ നിന്നുകൊണ്ട് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് അന്ന് വിളിച്ചു പറഞ്ഞത് എന്താണോ അതാണ് ഇന്ന് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷംസുൽ ഉലമക്ക് ആദർശവീര്യം പകർന്നത് ആരാ? കണ്ണിയത്ത് ഉസ്താദാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് കേട്ടാൽ തന്നെ ഏത് ബിദ്അത്തുകാരനും കണ്ണിയത്ത് ഉസ്താദിനെ ബഹുമാനിക്കുമായിരുന്നു, കണ്ടാലും ബഹുമാനിക്കുമായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇനിയും മത്സരം നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത എന്തായിരുന്നു? കണ്ണിയത്ത് ഉസ്താദിന്റെ നാട് വാഴക്കാടാണ്. വാഴക്കാട് നിന്ന് കണ്ണിയത്ത് ഉസ്താദ് ഉളു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 50 പൈസ 50 കോടിയോ 40 കോടിയോ അല്ല, 50 പൈസ. ഇന്നത്തെ കാലമൊക്കെ നമുക്കറിയാം, നമ്മളെ കയ്യിൽ കുറേ പിരിച്ചുള്ള റെസീറ്റിൽ 40-50 കോടിയൊക്കെ ഉണ്ടാവും. അതിന്റെ കണക്ക് പോലും സൂക്ഷിക്കാത്തൊരു കാലത്താണ് നമ്മൾ ഈ 50 പൈസയുടെ കഥ പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെ പോക്കറ്റിലുള്ള 50 പൈസ പോക്കറ്റിൽ നിന്ന് ഹൗദിലേക്ക് വീണു. ഹൗദിലേക്ക് വീണപ്പോ കണ്ണിയത്ത് ഉസ്താദ് ഗദ്ഗദ കണ്ഠനായി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനായ ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു, മോനെ എന്റെ 50 പൈസയിൽ പോയിട്ടുണ്ട്, അതൊന്ന് എടുത്തു തരുമോ? കണ്ണിയത്ത് ഉസ്താദിന്റെ നിർമ്മലമായ സ്വഭാവത്തെ അറിയുന്ന ആ നാട്ടുകാരനായ ചെറുപ്പക്കാരൻ ഹൗലിൽ നിന്ന് 50 പൈസ എടുത്ത് കണ്ണിയത്ത് ഉസ്താദിന് കൊടുത്തു. ഇന്ന് നമ്മൾ കണക്ക് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ കൊടുത്തതാ, ഞങ്ങൾ വാങ്ങിയതാ, ഞങ്ങൾ പിരിച്ചതാ, നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുന്ന കാലത്താണ് ഈ 50 പൈസയുടെ കണക്ക് പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എനിക്ക് 50 പൈസ എടുത്തു തരുമോ? ചെറുപ്പക്കാരൻ എടുത്തു. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിലേക്ക് 50 പൈസ കൊടുത്തു. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിലേക്ക് പൈസ കൊടുത്തപ്പോ കണ്ണിയത്ത് ഉസ്താദ് ചെറുപ്പക്കാരനെ പോകാൻ അനുവദിച്ചില്ല, അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ 1 മിനിറ്റ് അവിടെ നിൽക്കൂ. എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് 2 രൂപ എടുത്തിട്ട് കണ്ണിയത്ത് ഉസ്താദ് ആ ചെറുപ്പക്കാരനെ കൊടുത്തു. അത് കണ്ടു നിന്ന നാട്ടിലെ കാരണവർ അത്ഭുതപ്പെട്ടു പോയി. 50 പൈസ ഹൗദിൽ വീണു. 50 പൈസ ഹൗദിൽ വീണു. പക്ഷെ പകരം അത് എടുത്തു കൊടുത്തയാൾക്ക് 2 രൂപ കൊടുക്കുക. കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എന്താ ഇത്? മനസ്സിലായില്ല. 50 പൈസ വീണു, 2 രൂപ അതെടുത്തയാൾക്ക് കൊടുത്തു. 1.5 രൂപ എന്നാലും നഷ്ട. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എത്ര കോടി കിട്ടുമെങ്കിലും അത് സ്വരൂപിക്കാൻ നടക്കുന്ന ആളുകളുടെ കാലമാണിത്. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ 50 പൈസ ഹൗദിലിട്ട് പോയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗത്തിലേക്ക് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ പെടാൻ ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. അറിഞ്ഞുകൊണ്ട് കണ്ണിയത്ത് അഹമ്മദ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുത്തൊരു ശിക്ഷ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞാനത് എടുപ്പിച്ചത്. അത് എടുത്തു തന്നതോടെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം ഈ ചെറുപ്പക്കാരനാണ്. ഇത്ര വലിയ പുണ്യത്തിൻ്റെ കാരണക്കാരനായ ചെറുപ്പക്കാരന് ഞാൻ 2 രൂപ കൊടുത്തു. അങ്ങനെ ജീവിച്ച കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പാതയല്ലാതെ മറ്റേത് പാത നമ്മൾ സ്വീകരിക്കുക? കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കുമ്പോൾ വല്ലാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദ് ഒരിക്കൽ പെരിന്തൽമണ്ണയിൽ ഒരു സ്ഥലത്ത് മഴയില്ലാതെ ബുദ്ധിമുട്ടിയ കാലത്ത് ആ നാട്ടുകാർ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. കണ്ണിയത്ത് ഉസ്താദിനെ നിങ്ങൾക്കറിയാലോ, പലർക്കും അറിയുന്നവരുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന് ദുനിയാവിൻ്റെ കാപട്യങ്ങളൊന്നും അറിയില്ല.
ആ കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ആരോ കേസ് കൊടുത്തിരുന്നു അത്രേ. ഈ ശംസുൽ ഉലമയ്ക്കെതിരെയും ആരോ കേസ് കൊടുത്തിരുന്നു അത്രേ. അള്ളാഹു അത്തരം ഫിത്നകളിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മളെയും രക്ഷിക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി ആ സ്റ്റേജിലിരുന്നപ്പോ മഴയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്താൽ ആ ദുആയുടെ ഫലം അപ്പോൾ തന്നെ കാണുന്ന കാലമാണത്. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. തന്റെ ഏറ്റവും ശ്രേഷ്ഠമായ എപ്പോഴും വിളിക്കുന്ന യാ വദൂദ് യാ വദൂദ് യാ വദൂദ് വിളിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു. ദുആ ചെയ്ത് കഴിഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ കഴിഞ്ഞു. ജനങ്ങളെല്ലാം പോയെന്നേറ്റു. കണ്ണിയത്ത് ഉസ്താദ് സാധാരണ ദുആ ചെയ്താൽ മഴ പെയ്യും, പക്ഷെ മഴ പെയ്തില്ല. ഇന്നെങ്ങനെയാണ്? മഴ പെയ്യുന്നത് കണ്ടാൽ ദുആ ചെയ്യും. മഴ പെയ്യുന്നത് കണ്ടാൽ ദുആ ചെയ്യും. ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, ഉസ്താദെ ദുആ ചെയ്തോളൂ, മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ചിലപ്പോൾ ദുആ ചെയ്യാം. ഞാൻ കാലത്തിൻ്റെ ഗതിവിഗതികളെ കുറിച്ച് പറയാൻ, അല്ലാതെ നമ്മൾ കാണാറുണ്ടല്ലോ, നമ്മളെ ഈ എല്ലാ പുസ്തകങ്ങളിലൊക്കെ കാണൂലേ, ഈ കഥക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായോ നിലവിലുള്ളവരുമായോ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ്. അതുപോലെ ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് ആരുമായി ഒരു ബന്ധവുമില്ല, ആർക്കെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് അതിൻ്റെ ഭാഗമായുള്ള ബന്ധമായിരിക്കാം എന്നുകൂടി പറയുന്നു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് ഇതൊന്നും അറിയില്ല. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തപ്പോൾ മഴ പെയ്തത് മാത്രമേ കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുള്ളൂ. കണ്ണിയത്ത് ഉസ്താദിന് ലോകത്തിന്റെ കഥ അറിയില്ലല്ലോ. എല്ലാവരും എഴുന്നേറ്റ് പോവാൻ. പക്ഷേ ഇന്നത്തെ പോലെ ഓപ്പറേറ്റർ, ഹൈസ്പീഡ് ഓപ്പറേറ്റർമാരൊന്നുമല്ല മൈക്കിൻ്റെ. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർമാർ മെല്ലെ മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റാൽ മതി എന്നുള്ള നിലയിൽ ഓഫ് ചെയ്യാൻ അടുത്ത് തന്നെ പോകണം. പണ്ടത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ മൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് മുന്നിലിരിക്കുന്നുണ്ട്. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് മൈക്ക് ഓഫ് ചെയ്യാത്തതൊന്നും കണ്ണിയത്ത് ഉസ്താദ് അറിയില്ല. കണ്ണിയത്ത് ഉസ്താദ് ദുആ കഴിഞ്ഞ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അള്ളാഹുവിനോടൊരു ചോദ്യമാണ്, പടച്ചോനെ ഈ കണ്ണിയത്ത് അഹമ്മദ് എന്ത് തെറ്റാ ചെയ്തത്? നിന്നോട് ചോദിച്ചപ്പോഴൊക്കെയും നീ നിന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ മഴ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ പടച്ചോനെ, നീ മഴ തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇന്നും അതിൻ്റെ അനുഭവസ്ഥരെ എൻ്റെ കൂടെ വന്നാൽ പെരിന്തൽമണ്ണക്ക് പരിസരത്ത് ഞാൻ കാണിച്ചു തരും. ഞാൻ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതെ ആരെങ്കിലും പറയും പോലെ സ്വർഗത്തിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് കാണാൻ പോകുമ്പോൾ കാളെ കാണാത്ത അവസ്ഥ ഒന്നും ഇതിലില്ല. ഇതൊക്കെ കൃത്യമാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ആ ദുആ അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞു. ജനങ്ങളൊക്കെ തിരിച്ചു വന്നു. പടച്ചോനെ അമ്മക്ക് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് സ്റ്റേജിലിരുന്ന് ദ്വാരക്കാണ്, കരയാണ്. ഇനി ഒരു രക്ഷയില്ല, തിരിച്ചു പോരെന്നെ. വീട്ടിലേക്ക് പോകുന്നവരൊക്കെ തിരിച്ചു വന്നു. ആ സദസ്സിലിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ദുആ തുടർന്നുകൊണ്ടിരുന്നു. അള്ളാഹു അതാ ആ സദസ്സിന് മഴ എങ്ങനെ കൊടുക്കുകയാണ്. ഇതാണ് കണ്ണിയത്ത് ഉസ്താദ്. ഈ മഹാന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സംഘടനയാണ് SYS. അതിൻ്റെ കീഴിലുള്ള ഘടകമാണ് SJSSF. അതിൻ്റെ താഴെയുള്ളതാണ് SPV. ഇതിലൊക്കെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ SPVയുടെ പ്രവർത്തകനാക്കുക. മക്കൾ വലുതാകുമ്പോൾ SKSSFകാരനാവുക, പിന്നെ അവർ SYSകാരായി മാറിക്കൊള്ളും. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഈ കണ്ണിയത്ത് ഉസ്താദ് നാളെ നമ്മുടെ കൈപിടിക്കും മഹ്ശറിൽ. ഈ ശംസുൽ ഉലമ നമ്മുടെ കൈപിടിക്കും മഹ്ശറിൽ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ നമ്മുടെ കൈപിടിച്ച് നമ്മളെ നാളെ കൊണ്ടുപോകും. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ ഈ വേദിയിൽ നടന്ന ഉത്തര കേരള ഖിറാഅത്ത് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ ഖാദിർ മുസ്ലിയാറെ സർവാദര പുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇവിടെ രാവിലെ 11